ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നു. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 78ആയി. ഡൽഹിയിലും മഴ മുന്നറിയിപ്പുണ്ട്. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, കഴിഞ്ഞ ഒരാഴ്ചയായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, മിന്നൽ പ്രളയമടക്കം ഉണ്ടാകുന്നു. ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്ന വാർത്ത കൂടി വരുന്നു. എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്? ക്രിസ്റ്റീന, കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ മഴയാണ്. അതിൽ ഏറ്റവും കൂടുതൽ കെടുതി വിതച്ചത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലാണ്. ഇപ്പോഴും അവിടെ മഴക്കെടുതി തുടരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഹിമാചൽ പ്രദേശിൽ മരിച്ചവരുടെ എണ്ണം 78 ആയിട്ടുണ്ട്. 37 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായി തന്നെ മഴ തുടരുകയാണ്. അവിടെ 4 ജില്ലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ മറ്റു ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹരിയാന, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ മഴ തുടരുന്നുണ്ട്. അതിൽ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളത്തിനടിയിലാണ്. ദില്ലിയിലും ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുള്ളത്. യെല്ലോ അലർട്ടാണ് നിലവിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ജാഗ്രത പാലിക്കണമെന്നാണ് ആളുകൾക്ക് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഓക്കെ, അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.